എപ്പോഴും ഒരേ മസാലയിൽ തന്നെ കഴിച്ചു മടുത്തെങ്കിൽ ഇതാ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്. ഒരു തവണ ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾ ഈ ഒരു മസാല മാത്രമേ ഉള്ളൂ ഉണ്ടാക്കുക. അപ്പൊ ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് 8-10 ചെറിയുള്ളിയും 6-7 വെളുത്തുള്ളി അല്ലിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പകുതി തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് മസാല എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലൊക്കെ കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. ഇനി 1 ടീസ്പൂണ് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വേണ്ടി വരില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ മുളക് പൊടി ഏതാണോ എടുക്കുന്നത് അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കാശ്മീരി മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എക്സ്ട്രാ വേറെ കളറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കളറും ഉണ്ടാവും, എന്നാൽ ഒരുപാട് എരിവ് കൂടി പോവില്ല. പിന്നെ ഇതാ ഒരു പകുതി നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒരു പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ ഒക്കെ ഇത് അരയാനുള്ള മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. പിന്നെ തക്കാളിയൊക്കെ അരഞ്ഞു കഴിയുമ്പോൾ വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പൊ ഇത്രയും വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി അരച്ചെടുത്തിട്ടുള്ള മസാലയിൽ നിന്ന് നമ്മൾ കുറച്ചെടുത്തിട്ട് ഇതുപോലെ മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള മീൻ, ഞാനിവിടെ കേരാവോലി എന്ന് പറഞ്ഞിട്ടുള്ള മീനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏത് മീനായാലും കുഴപ്പമില്ല, അതിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, ഒന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ മസാല കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കി മസാല നമുക്ക് ആവശ്യമുണ്ട് അതവിടെ മാറ്റി വെക്കാം. അപ്പൊ ഇതുപോലെ മസാല തേച്ച് ഒരു 15 മിനിറ്റോ അരമണിക്കൂറൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം, ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ, മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതാ പാന് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മീനിന്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഇട്ട് പിന്നെ ഒന്ന് മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മസാല കുറച്ച് കട്ടിയുള്ള മസാല ആയതുകൊണ്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഒരു സൈഡ് ഇതാ റെഡി ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു ഭാഗം കൂടെ ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ, ഇതുപോലെ ഒന്ന് ആയി കഴിഞ്ഞാൽ നമുക്കിത് എടുത്തിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിൽ ഇനി വെളിച്ചെണ്ണ ബാക്കി ഉണ്ടെങ്കിൽ പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് മസാല, ആ ഒരു മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. മസാലയിലുള്ള വെള്ളമൊക്കെ വെട്ടിയിട്ട് എണ്ണ തെളിഞ്ഞു വരണം കേട്ടോ. നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതിന്റെ കളർ തന്നെ ഒന്ന് മാറും കേട്ടോ. അത് ഈ ഒരു കളറായിട്ട് വരും. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള മീനിന്റെ പീസുകൾ വെച്ച് കൊടുത്തിട്ട് ഈ ഓരോ മീനിന്റെ പീസിലും നമ്മൾ ഈ ഒരു മസാല ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ, 2 സൈഡിലും. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ മസാല ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടിട്ട് ഇത് മീനിന്റെ പീസിൽ എല്ലാ പീസിലും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള മസാല തേച്ച് കൊടുക്കാം. നല്ല മസാല പൊതിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ. എത്ര മസാല തേച്ച് കൊടുത്താലും ഇതിലിങ്ങനെ നല്ല സ്റ്റിക്കി ആയിട്ട് അങ്ങ് ഇരുന്നോളൂ കേട്ടോ. ഇനിയിപ്പോ ചോറിലേക്ക് ഇനി കറിയൊന്നും ഇല്ലെങ്കിലും ഈ ഒരു മീൻ പൊരിച്ചത് മസാലയോട് കൂടിയിട്ടുള്ള മീൻ പൊരിച്ചത് ഉണ്ടെങ്കിൽ തന്നെ ധാരാളമാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയാണ്. അപ്പൊ എല്ലാവരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, മറക്കരുത് കേട്ടോ. അപ്പൊ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പൊ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.